അഹമ്മദാബാദ് അല്ലെങ്കിൽ ഗുജറാത്ത് ഭാഗത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ടിന് ഈ റീൽ അയച്ചു കൊടുത്തിട്ടോ. കാരണം എന്താ വെച്ചാൽ അഹമ്മദാബാദ് ഭാഗത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് റൂമിന് വേണ്ടി നിങ്ങൾ വലിയൊരു എമൗണ്ട് ചിലവാക്കേണ്ട ആവശ്യമില്ല. വെറും 150 രൂപ ഉണ്ടെങ്കിൽ 100 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ സുഖമായിട്ട് അടിപൊളി സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഹമ്മദാബാദ് അല്ലെങ്കിൽ ഗുജറാത്ത് ഏരിയകളിലൊക്കെ വെച്ചാൽ ഹജ്ജ് ഹൗസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഹജ്ജ് ഹൗസിൽ പോയിട്ട് റൂം എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് വെറും 100 രൂപ മാത്രമേ വരുള്ളൂ. നിങ്ങൾ 3 ആളുണ്ടെങ്കിൽ വെറും 300 രൂപ മാത്രമേ വരുള്ളൂ. അടിപൊളിയായിട്ട് റൂമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. എങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ അഹമ്മദാബാദിലെ നമ്മുടെ ഹജ്ജ് ഹൗസ് വരുന്നത്. ഇതാണ് ഹജ്ജ് ഹൗസ്. നേരെ ഇവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ID പ്രൂഫ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെറും 100 രൂപ ഉള്ള ഒരാൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി നല്ല അടിപൊളി റൂംസും കാര്യങ്ങളൊക്കെയാണ്. റൂമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. റൂം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ഒരാൾക്ക് ഇവിടെ 100 രൂപയുള്ളൂ ഇവിടെ ഒരാൾക്ക് സ്റ്റേ ചെയ്യാൻ. 300 രൂപ 3 ആളുണ്ടെങ്കിൽ 300 രൂപയാണ് റൂമിന് വരുന്നത്. അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് വൃത്തിയുള്ള റൂമാണ് കേട്ടോ. നല്ല സൗകര്യമുള്ള റൂമാണ്. ഫാന് കാര്യങ്ങളൊക്കെ നല്ല ക്ലീനാണ് റൂം.